Henry Fayol, the father of general management. After graduated in mining engineering, he began his career as an engineer with a coal mining company. When he was promoted as the managing director, the company was nearly bankrupt. He strengthened the financial position of the company by implementing his theories in every area of operations. Fayol made three significant contributions to the theory of management, which gave him a title, the father of general management. 1. Made a clear distinction between technical and managerial skill. 2. Identified the functions of management at first time, that is, planning, organizing, directing, and controlling. 3. Developed principles of management. ഹെൻറി ഫെയോൾ, പൊതു മാനേജ്മെൻറ്റിൻ്റെ പിതാവ്. മൈനിങ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ഒരു കൽക്കരി ഖനന കമ്പനിയിൽ എഞ്ചിനീയറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അദ്ദേഹത്തിന് മാനേജിംഗ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോൾ കമ്പനി ഏറെക്കുറെ പാപ്പരായിരുന്നു. കമ്പനിയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും തൻ്റെ സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കി അദ്ദേഹം കമ്പനിയെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തി. മാനേജ്മെൻറ്റ് സിദ്ധാന്തത്തിന് ഫെയോൾ 3 പ്രധാന സംഭാവനകൾ നൽകി. അത് അദ്ദേഹത്തെ പൊതു മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടാൻ കാരണമായി തീർന്നു. 1. സാങ്കേതികവും മാനേജ്മെൻറ്റ് നൈപുണ്യവും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം കണ്ടെത്തി. 2. മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളായ ആസൂത്രണം, സംഘാടനം, സംവിധാനം, നിയന്ത്രണം എന്നിവ ആദ്യമായി തിരിച്ചറിഞ്ഞു. 3. മാനേജ്മെൻറ്റ് തത്വങ്ങൾ വികസിപ്പിച്ചു. Fayol's principles of management. On the basis of vast experience, Henry Fayol suggested 14 guidelines as principles to management in his book General and Industrial Management. These guidelines helps the managers to perform their job efficiently. These 14 guidelines are accepted as principles of management all over the world and are listed below. 1. Division of labor. 2. Authority and responsibility. 3. Discipline. 4. Unity of command. 5. Unity of direction. 6. Subordination of individual interest to general interest. 7. Remuneration to personnel. 8. Centralization and decentralization. 9. Scalar chain. 10. Order. 11. Equity. 12. Stability of personnel. 13. Initiative. 14. എസ്പ്രിറ്റ് ഡി കോപ്സ്. ഫെയോളിൻ്റെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ. വിശാലമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റ് തത്വങ്ങളായി 14 മാർഗനിർദ്ദേശങ്ങൾ ഹെൻറി ഫെയോൾ തൻ്റെ പുസ്തകമായ ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൽ നിർദ്ദേശിച്ചു. ഈ മാർഗനിർദ്ദേശങ്ങൾ മാനേജർമാർക്ക് അവരുടെ ജോലികൾ കാര്യക്ഷമമായി നിർവഹിക്കുവാൻ സഹായിക്കുന്നു. ഈ 14 മാർഗനിർദ്ദേശങ്ങൾ ലോകമെമ്പാടും മാനേജ്മെൻറ്റ് തത്വങ്ങളായി അംഗീകരിക്കപ്പെടുന്നു. അവ ഇവയാണ്:
ഒന്ന്, ജോലിയുടെ വിഭജനം. 2, അധികാരവും ഉത്തരവാദിത്വവും. 3, അച്ചടക്കം. 4, ഉത്തരവിലെ ഐക്യം. 5, ഐക്യത്തോടെ ലക്ഷ്യത്തിലേക്ക്. 6, വ്യക്തി താൽപ്പര്യത്തെക്കാൾ പൊതു താൽപ്പര്യത്തിന് മുൻതൂക്കം. 7, ജീവനക്കാരുടെ വേതനം. 8, കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. 9, സ്കാലർ ചെയിൻ. 10, ക്രമീകരണം. 11, തുല്യത. 12, ഉദ്യോഗസ്ഥരുടെ സ്ഥിരത. 13, മുൻകൈ. 14, എസ്പിരിറ്റ് ഡി കോപ്സ് അല്ലെങ്കിൽ ഐക്യമാണ് ശക്തി. One, division of labor. According to this principle, in an organization, total work should be divided into small parts and allocated to each workers on the basis of their skill, qualification, and ability. Moreover, each worker should be trained on the basis of work allotment. When a worker performs the same work again and again, he becomes an expert in that work and produces more and better with the same effort. Division of work leads to specialization. It is applicable to all kinds of work, technical as well as managerial. 1, ജോലിയുടെ വിഭജനം. ഈ തത്വമനുസരിച്ച് ഒരു സ്ഥാപനത്തിലെ മൊത്തം ജോലിയെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുകയും അത് സ്ഥാപനത്തിലെ ഓരോ തൊഴിലാളികൾക്കും അവരുടെ യോഗ്യതയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ നൽകുകയും വേണം. കൂടാതെ ഓരോ തൊഴിലാളികൾക്കും അവർക്ക് നൽകിയ ജോലിയുടെ അടിസ്ഥാനത്തിൽ പരിശീലനം നൽകുകയും വേണം. ഒരു തൊഴിലാളി ഒരു ജോലി തന്നെ വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിൽ അവൻ ആ ജോലിയിൽ വിദഗ്ധനാകും. കൂടാതെ അതേ അധ്വാനത്തിലൂടെ മികച്ച രീതിയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനും തൊഴിലാളിക്ക് കഴിയും. ജോലിയുടെ വിഭജനം സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കുന്നു. ഇത് എല്ലാത്തരം ജോലികൾക്കും ബാധകമാണ്. സാങ്കേതിക ജോലിയായാലും മാനേജ്മെൻറ്റ് ജോലിയായാലും. Second one is authority and responsibility. Authority means the right to give orders or the power to obtain obedience or the right to take decisions. Responsibility is the obligation to use authority without abuse or the obligation to use the given authority properly. According to this principle, authority and responsibility should be equal and balanced. It is considered as the two sides of a coin. If authority granted is more than the responsibility, it may lead to misuse of authority. If the given responsibility is more than the authority, it makes a person ineffective. Therefore, authority should always be accompanied by responsibility. Then only a person can carry out the responsibility without abuse of authority. 2, അധികാരവും ഉത്തരവാദിത്വവും.
അധികാരമെന്നാൽ ഉത്തരവുകൾ നൽകാനുള്ള അവകാശം അല്ലെങ്കിൽ അനുസരിപ്പിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം. ഉത്തരവാദിത്വം എന്നാൽ ദുരുപയോഗം ചെയ്യാതെ അധികാരം ഉപയോഗിക്കുക അല്ലെങ്കിൽ നൽകിയ ജോലി ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാനുള്ള കടമ അല്ലെങ്കിൽ ബാധ്യത. ഈ തത്വമനുസരിച്ച് അധികാരവും ഉത്തരവാദിത്വവും തുല്യവും സന്തുലിതവുമായിരിക്കണം. ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി കണക്കാക്കപ്പെടുന്നു. അനുവദിച്ച അധികാരം ഉത്തരവാദിത്വത്തെക്കാൾ കൂടുതലാണെങ്കിൽ അത് അധികാര ദുർവിനിയോഗത്തിലേക്ക് നയിച്ചേക്കാം. തന്നിരിക്കുന്ന ഉത്തരവാദിത്വം അധികാരത്തെക്കാൾ കൂടുതലാണെങ്കിൽ അതൊരു വ്യക്തിക്ക് ചെയ്യുന്ന ജോലി പൂർത്തീകരിക്കാൻ കഴിയാതെ വരാം. അതിനാൽ അധികാരം എല്ലായ്പ്പോഴും ഉത്തരവാദിത്വത്തോടൊപ്പം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് അധികാരം ദുരുപയോഗം ചെയ്യാതെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയൂ. Third one, discipline. Discipline means willingness to obey the organizational rules, regulations, and employment agreements. All the members in an organization must obey and respect it. It must be maintained from top officials to lower employees. It is highly essential for the smooth running of an organization and should be always in the nature of self-imposed. According to Fayol, discipline can be maintained in an organization by 1. Posting good superiors at all levels. 2. Make clear and fair agreements. 3. Judicious application of penalties. 3. അച്ചടക്കം. സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ, ചിട്ടകൾ, തൊഴിൽ കരാർ എന്നിവ അനുസരിക്കാനുള്ള സമ്മതമാണ് അച്ചടക്കം എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളും അതനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇത് ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ താഴ്ന്ന തലത്തിലെ ജീവനക്കാർ വരെ പാലിക്കണം. ഒരു സ്ഥാപനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് ഇത് ആവശ്യമാണ്. കൂടാതെ ഇത് എല്ലായ്പ്പോഴും സ്വയം അനുസരിക്കുന്ന രീതിയിലായിരിക്കണം. ഫെയോളിൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്ഥാപനത്തിൽ അച്ചടക്കം നിലനിർത്താൻ അല്ലെങ്കിൽ പാലിക്കാൻ ചെയ്യേണ്ടത് ഇവയാണ്. 1. എല്ലാ തലങ്ങളിലും മികച്ച സുപ്പീരിയേഴ്സിനെ നിയമിക്കുക. 2. വ്യക്തവും ന്യായവുമായ കരാർ ഉണ്ടാക്കുക. 3. നീതിയുക്തമായ ശിക്ഷാരീതി നടപ്പിലാക്കുക. Fourth one, unity of command. According to Fayol, each employee should receive orders only from one superior at a time and should be answerable only to that superior. This is because no one can serve at best to two masters at a time. If it is violated, tension, confusion, and dilemmas will be the result. Dual command is always a permanent source of conflict, and therefore it should be avoided. 4. ഉത്തരവിലെ ഐക്യം. ഫെയോളിൻ്റെ അഭിപ്രായത്തിൽ ഓരോ ജീവനക്കാരനും ഒരു സമയം ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് മാത്രമേ ആജ്ഞകൾ സ്വീകരിക്കാവൂ.
മാത്രമല്ല ആ മേലുദ്യോഗസ്ഥനോട് മാത്രമേ ഉത്തരം പറയാൻ ബാധ്യതയുള്ളൂ. കാരണം ഒരു സമയം 2 യജമാനന്മാരെ നന്നായി സേവിക്കാൻ ആർക്കും കഴിയില്ല. ഇത് ലംഘിക്കുകയാണെങ്കിൽ പിരിമുറുക്കം, ആശയക്കുഴപ്പം, ധർമ്മസങ്കടം എന്നിവയായിരിക്കും ഫലം. ഇരട്ട ആജ്ഞ, ഡ്യുവൽ കമാൻഡ്, എല്ലായ്പ്പോഴും സംഘട്ടനത്തിൻ്റെ സ്ഥിരമുറവിടമാണ്. അതിനാൽ അത് ഒഴിവാക്കേണ്ടതുണ്ട്. Fifth one, unity of direction. This principle stated that required only one head and one plan for the activities of various groups having the same objectives. This means the effort of all the departments in an organization should be directed towards common goal through coordination. This principle emphasizes 1. The importance of common goal. 2. Ensure unity of action. 3. Facilitate coordination. 4. Avoid duplication of effort. 5. Avoid wastage of resources. 5. ഐക്യത്തോടെ ലക്ഷ്യത്തിലേക്ക്. ഒരേ ലക്ഷ്യമുള്ള വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു നേതാവും ഒരു പ്ലാനും മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ഈ തത്വം പ്രസ്താവിക്കുന്നു. ഇതിനർത്ഥം ഒരു സ്ഥാപനത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപനത്തിലൂടെ പൊതുലക്ഷ്യത്തിലേക്ക് നയിക്കേണ്ടതുണ്ട് എന്നാണ്. ഈ തത്വം ഊന്നി പറയുന്നത് ഇവയാണ്. 1. പൊതുലക്ഷ്യത്തിൻ്റെ പ്രാധാന്യം. 2. പ്രവർത്തനങ്ങളുടെ ഐക്യം ഉറപ്പാക്കുക. 3. ഏകോപനം സുഗമമാക്കുക. 4. പ്രവർത്തനങ്ങളുടെ ഇരട്ടിപ്പ് ഒഴിവാക്കുക. 5. വിഭവങ്ങൾ പാഴാക്കുന്നത് ഒഴിവാക്കുക. Sixth one is subordination of individual interest to group interest. People working in an organization is for achieving some individual interest. At the same time, organization also has its own objectives. Among these two, which should be given prime importance by the organization? This principle stated that management should give prime importance to the general interest of the organization and not to the interest of the individuals. The personal ambitions and interest should always have a backseat to general interest. This can be achieved by subordinating the interest of individuals to the general interest of the organization. 6. വ്യക്തി താൽപ്പര്യത്തിനേക്കാൾ പൊതു താൽപ്പര്യത്തിന് മുൻതൂക്കം. ആളുകൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് അവരുടെ വ്യക്തിഗത താൽപ്പര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ്. അതേസമയം സ്ഥാപനത്തിന് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. ഈ 2 താൽപ്പര്യങ്ങളിൽ ഏതിനാണ് സ്ഥാപനം പരമപ്രാധാന്യം നൽകേണ്ടത്? മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൻ്റെ പൊതു താൽപ്പര്യത്തിന് പരമപ്രാധാന്യം നൽകണമെന്നും അല്ലാതെ വ്യക്തികളുടെ താൽപ്പര്യങ്ങൾക്കല്ല എന്നും ഈ തത്വം പ്രസ്താവിക്കുന്നു. വ്യക്തിപരമായ അഭിലാഷങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും എല്ലായ്പ്പോഴും പൊതു താൽപ്പര്യത്തിന് പുറകിലെ സ്ഥാനം മാത്രമേ നൽകാവൂ. വ്യക്തികളുടെ താൽപ്പര്യങ്ങൾ സ്ഥാപനത്തിൻ്റെ താൽപ്പര്യത്തിന് കീഴ്പ്പെടുന്നതിലൂടെ ഇത് നേടാനാകും. Seventh one,
remuneration to employees. Fayol stated that the remuneration of employees should be prompt, fair, and reasonable, which helps to maintain good employer-employee relationship. You should be give them at least a minimum standard of living and also consider the productivity of the employees. At the same time, you should be within the capacity of the company to pay. So management should properly plan and adopt a good wage policy, keeping in view the importance of labor. 7. ജീവനക്കാരുടെ വേതനം. ജീവനക്കാരുടെ വേതനം കൃത്യവും ന്യായവുമായിരിക്കണമെന്ന് ഫെയോൾ പ്രസ്താവിച്ചു. ഇത് തൊഴിലുടമയും ജീവനക്കാരും തമ്മിലുള്ള നല്ല ബന്ധം നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് ജീവനക്കാർക്ക് കുറഞ്ഞത് അടിസ്ഥാന ജീവിത നിലവാരമെങ്കിലും പുലർത്താൻ കഴിയുന്ന തരത്തിലുള്ളത് ആയിരിക്കണം. അതേസമയം കമ്പനിക്ക് നൽകാൻ കഴിയുന്ന തരത്തിലുള്ളതുമായിരിക്കണം. അതിനാൽ ജീവനക്കാരുടെ പ്രാധാന്യം കണക്കിലെടുത്ത് മാനേജ്മെൻറ്റ് ശരിയായ വേതന നയം ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും വേണം.